നമസ്കാരം. എല്ലാവരും തിരക്കിലാണെന്നറിയാം. ഇന്ന് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പാർവതി ദേവിയുടെ മൂന്നാമത്തെ ഭാവമായ ചന്ദ്രകണ്ഠ ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു രൂപമായിട്ടാണ് നമ്മൾ ദേവിയെ കരുതുന്നത്. ചന്ദ്രകണ്ഠ ദേവി കല്യാണത്തിന് ശേഷം പാർവതിക്ക് ലഭിച്ച പേര് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 10 കൈകളോട് കൂടിയ സിംഹവാഹിനിയായ അമ്മയ്ക്ക് ഞാൻ പാലിനോടൊപ്പം ഉഴുന്നുവടയാണ് പ്രസാദമായി നൽകുന്നത്. ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉഴുന്നുവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ഉറുദ് ദാൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിയും ആവശ്യമുണ്ട്. 1 മണിക്കൂർ ആയിരിക്കുകയാണ്. നമുക്കിത് വെള്ളം തൊടാതെ, വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ച് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് തയ്യാറായിരിക്കുകയാണ്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ ശ്രമിക്കണം. അഥവാ നമുക്ക് വെള്ളം വേണമെങ്കിൽ തളിച്ച് കുറേശ്ശെ കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയ്ക്ക് ഷേപ്പോ ആ ഒരു സോഫ്റ്റ്നെസ്സോ ഒന്നും കിട്ടത്തില്ല. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഉപ്പ് ചേർക്കണം. നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ അനുസരിച്ചാണ്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് വരെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില എടുക്കുകയാണ്. ഞാൻ 1 പിടി കറിവേപ്പില പിച്ചി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇഞ്ചി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പെപ്പർ ഇടുവാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ 1 സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തേയിലയുടെ സീവിനകത്ത് വെച്ച് നമ്മൾ കുറച്ച് വെള്ളം നോക്കി ഇങ്ങനെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിടുക. നമ്മൾ ഒരു വശം വെന്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഞാനിത് മറിച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മുരിച്ചെടുക്കണം. അകമൊക്കെ വെന്തെടുക്കണം. നമ്മളൊന്ന് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കങ്ങ് കോരിയെടുക്കാം. ഇതിപ്പോൾ ആയിരിക്കുകയാണ്. 2 വശവും നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം തടവിയതിന് ശേഷം നമ്മൾ കുറച്ച് മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു വിരൽ ഇച്ചിരി മാവ് വെള്ളം മുക്കി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉഴുന്നുവട തയ്യാറായിരിക്കുകയാണ്. ഈ ഷേപ്പിലും സോഫ്റ്റ്നെസ്സിലും ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ വെള്ളം അധികം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഇന്ന് ദേവിക്ക് വേണ്ടി സമർപ്പിക്കാം. ഹാപ്പി നവരാത്രി.